പ്രിയപ്പെട്ടവരെ, കാലത്തിൻ്റെ സുഹൃതമായിരുന്നു എം ടി പലതവണ പറഞ്ഞിട്ടുണ്ട്, മരണത്തോട് സന്ധി ചെയ്ത ഒരിടവേള മാത്രമാണ് ജീവിതം. ആ ഇടവേളയെ അവസാനിപ്പിച്ച് മരണത്തോടുള്ള വാക്കുപാലിച്ച് സ്മൃതിപഥത്തിലേക്ക് എം ടി യാത്രയായി. നിളയെപ്പോലെ ഒഴുകിയിരുന്ന ആ വാക്കുകളുടെ പ്രവാഹം ഇനിയില്ല. ക്രിസ്മസ് നക്ഷത്രങ്ങൾ പുഞ്ചിരിച്ച രാത്രിയിൽ വാക്കുകളുടെ വിസ്മയം പൊലിഞ്ഞുപോയി. ഇനി വാക്കുകളുടെ ആ തണുപ്പും ആ തണലും മാത്രം ബാക്കി. ഇനി എത്ര തലമുറകൾ നടക്കാനിരിക്കുന്നു. ആ നാലുകെട്ടും കടന്ന് ആ കാലത്തിലൂടെ എത്രയെത്ര തീർത്ഥാടനങ്ങൾ. ഇനി മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ എം ടിക്ക് അന്ത്യനിദ്ര. മലയാളത്തെയും ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച മഹാപ്രതിഭയുടെ വിടവാങ്ങലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ചരമം വഴി നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഒരു കാലഘട്ടം അവസാനിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചതാണ്. എനിക്കൊരു നാഥൻ നഷ്ടപ്പെട്ട പ്രതീതിയാണ് സത്യത്തിൽ ഞാൻ അനുഭവിക്കുന്നത്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാപുരുഷനാണ് നമ്മെ വിട്ടുപോയിട്ടുള്ളത്. ഒരെഴുത്തുകാരൻ്റെ അന്തസ്സും ഗരിമയും അതുപോലെ പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. അങ്ങനെയൊക്കെ മലയാളിക്കും മലയാള സംസ്കാരത്തിനും നൽകിയ എഴുത്ത് എന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായിട്ടുള്ള വളരെ വിവിധങ്ങളായ മേഖലകളിലെ എഴുത്ത് തന്നെയാണ്. വാസേട്ടൻ കോഴിക്കോടുള്ള കലാകാരന്മാരും കലാകാരികളും ഒക്കെ ചാൻസ് കൊടുത്തിട്ടുണ്ട്. ബാലകെ നായർ, കുതിരവട്ടം പപ്പു, കുഞ്ഞാണ്ടിയേട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സിനിമാ ഫീൽഡിലേക്ക് വാസേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേഖല വളരെ വേഗത്തിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വിശാലമായ ലോകത്തിലേക്ക് അദ്ദേഹം പോയത്. അദ്ദേഹം വളരെ വലിയ മനുഷ്യനാണ്. ആവശ്യമുള്ളത് മാത്രമേ അദ്ദേഹം പറഞ്ഞിരുന്നുള്ളൂ, ആവശ്യമുള്ളത് മാത്രമേ അദ്ദേഹം എഴുതിയിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലും അനാവശ്യമായി ഒന്നും കണ്ടിട്ടില്ല, ഒരു വാക്കുപോലും. ഓരോ വാചകങ്ങളും ഓരോരുത്തർക്കും വായിക്കുന്നവർക്ക് തോന്നും ഇത് നമ്മുടെ വാചകങ്ങളാണല്ലോ, നമ്മൾ ചിന്തിച്ചതാണ്. അങ്ങനെ നമ്മളെ നയിക്കാൻ ഒരാളില്ല എന്നുള്ളത് ഇനി വല്ലാത്തൊരു വിഷമമുള്ളതാണ്.